അടിപൊളിയാണ്, നൈസാണ്. രണ്ടും ഉണ്ട്, എല്ലാം കൂടെ കൂടിയതാണ്. ഫാമിലിനൊക്കെ സൂപ്പർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരുപാട്. കുറെ ചിരിക്കാനുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല പടം. കണ്ടോണ്ടിരിക്കാൻ പറ്റും, നല്ല പടമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ല പടമാണ്. കോമഡി എല്ലാ ആക്ഷനും അടിപൊളിയായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല അടിപൊളിയായിട്ടായിരുന്നു സിനിമ ഉണ്ടായത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കോളേജ് സ്റ്റുഡൻസിനും പിന്നെ അത് കഴിഞ്ഞവർക്കൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ്. അടിപൊളിയായിരുന്നു. രണ്ടുപേരും അടിപൊളിയായിരുന്നു, രണ്ടുപേരുടെയും അഭിനയം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ചിരിക്കാനുണ്ട്, കുറെ ചിരിക്കാനുണ്ട്. എന്റർടൈൻമെന്റ് ആണ്, അങ്ങനെ ബോറടിക്കുന്ന ഒരു പടമല്ല. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. എല്ലാരും ഇളകി. ആശിർ പടം കൊണ്ടുപോയി, ആശിറും ബേസിലും. എനിക്ക് ആശിർ കലക്കി, അത് വന്നപ്പോ പടം ഒന്നും കൂടി കളറേ. പടം കൊള്ളാറുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ല കലക്കി, ടെസ്റ്റ് ആയിരുന്നു. 100 കോടി അതിൽ കൂടുതലൊക്കെ എന്തായാലും നല്ല പടം, സൂപ്പറോടാ. ആശിർ നോക്കി, ആശിർ നോക്കി, ബേസിലും നോക്കി, എല്ലാവരും കാണാം. സൂപ്പറോടാ. 100 കോടി അടിക്കും, അടിക്കേണ്ട പടാണ്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അടിപൊളിയാണ് ആക്ഷൻ, പക്ഷെ എല്ലാം ഉണ്ട്. കോമഡി ഉണ്ടല്ലേ, എല്ലാം ഫൺ എന്റർടൈൻമെന്റ് ആണ്. അടിപൊളിയാണ്, സൂപ്പറാണ്. വിനീത് ശ്രീനിവാസനും കൊള്ളാം, ധ്യാനില്ല എന്നാലും റെഫറൻസ് ഉണ്ട്. പക്ഷെ സർപ്രൈസ് കാമിയോ ഒക്കെ ഉണ്ട്. കാമിയൊക്കെ അടിപൊളിയാണ്. ഒരുപാട് ചിരിക്കാൻ, ഫൈറ്റ് ഉണ്ട്, അടിപൊളിയാണ്. ബേസിന്റെ ഒരു ഓവറോൾ നല്ലൊരു പടമാണ്. തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു അടിപൊളിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഫാമിലി എന്റർടൈൻമെന്റ്. അത്യാവശ്യം നല്ല ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റും. പിന്നെ കോളേജ് ലൈഫ് പിള്ളേർക്കൊക്കെ എന്റർടൈൻമെന്റ് ആണ്. പക്ഷെ സെറ്റ് ഒരാളുടെ ഒരു ക്യാമിയോ എൻട്രി ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കില്ല. സ്പോയിലർ ആക്കുന്നില്ല, സെറ്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞ പുള്ളിക്കാരൻ. മാസാണോ അതോ കോമഡി ആണോ? മാസ് പ്രതീക്ഷിക്കുന്നവർക്ക് മാസ് കാണാം, കോമഡി പ്രതീക്ഷിക്കുന്നവർക്ക് കോമഡി ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാ ഓഡിയൻസിനും എല്ലാവർക്കും പറ്റും. അടിപൊളി പടം. ഇതൊന്ന് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ചിരിയുടെ ഒരു ഇത് തന്നെയായിരുന്നു. മാസാണെങ്കിൽ മാസം എല്ലാം കൂടി ചേർന്ന ഒരു ക്യാമ്പസ് ചിത്രം. തീർച്ചയായിട്ടും അതിരടി എന്നുള്ളത് ഇത് കേരളം മുഴുവൻ അലയടിയായിരിക്കും, ചിരിയുടെ അലയടി. നല്ലൊരു ചിത്രം. നല്ലതായിരുന്നു. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് ഹാഫ് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു സ്ലോ മോഡിൽ പോകണം. സെക്കൻഡ് ഹാഫ് പൊളിച്ചു, അടിപൊളി. ബേസില് മാത്രമല്ല, വിനീത് ശ്രീനിവാസൻ, ഷാനിക്കൊന്നും ഒരു രക്ഷയില്ല. നമുക്കും ഒട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ല അവരൊക്കെ ഇത്ര നന്നായിട്ട് ഹ്യൂമർ കൈകാര്യം ചെയ്യുന്നു. അടിപൊളി, സൂപ്പർ. വേറെ പേരിനെ പോലെ അതിരടിയായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇവരുടെ ക്യാമിയോസും ഇവരുടെ കോമഡിയും ആക്ഷനും എമോഷൻസും എല്ലാം സൂപ്പർ ആയിരുന്നു. ഫുൾ ഹോൾ പാക്ഡ് ആണ്.